അല്ല, ഇതിനകത്ത് നമ്മൾ ഇന്നത്തെ അടിയന്തര പ്രമേയ ചർച്ചയിൽ ആ ചർച്ച തന്നെ എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പൊതുമനസാക്ഷി കുന്നംകുളം ഉൾപ്പെടെയുള്ള കസ്റ്റഡി മർദ്ദനങ്ങൾക്കെതിരാണ്. ആ വികാരം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അങ്ങനൊരു അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കാനുണ്ടായ സാഹചര്യമുണ്ടായത്. ഇവർ കുന്നംകുളം പീച്ചി വിഷയങ്ങളൊക്കെ എത്രത്തോളം ഭയപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന KV അബ്ദുൽ ഖാദർ ഇന്നലെ നടത്തിയ ഒരു വിദ്വേഷ പ്രസംഗം എന്ന് പറയുന്നത്. ഞാനിലേക്ക് കടന്നു പോകുന്നില്ല. ഞാനിന്ന് അദ്ദേഹത്തിന്റെ ഇലക്ഷൻ അഫിഡവിറ്റ് എടുത്ത് പരിശോധിച്ചപ്പോൾ ഒരു ക്രിമിനൽ കേസ് പോലും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് അബ്ദുൽ ഖാദർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കഴിഞ്ഞ 10-11 വർഷമായിട്ടുള്ള നരേന്ദ്രമോദി സർക്കാരിനെതിരായി ചെറുവിരൽ പോലും അല്ലെങ്കിൽ സമരത്തിൽ പോലും പങ്കാളിയായിട്ടില്ല എന്നാണ് നമുക്കതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു പോവുകയല്ല. അപ്പോൾ അങ്ങനെ രണ്ട് വിഷയങ്ങൾ, ഒന്ന് അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തും അതുപോലെ തന്നെ അബ്ദുൽ ഖാദർ പ്രതിരോധത്തിൽ വന്നതും രണ്ട് വിഷയങ്ങൾ. അതിനേക്കാൾ ഉപരിയായി ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഞാൻ പൂർണ്ണമായി കേട്ടൊരാളാണ്. ആ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് സുജിത്ത് എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് അല്ല, സുജിത്ത് എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹിയല്ല, സുജിത്ത് എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ഭാരവാഹിയല്ല, സുജിത്ത് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് 1993 മുതൽ 95 വരെയുള്ള കാലഘട്ടത്തിൽ അടാട്ട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായ അനിലക്കരയുടെ പ്രായത്തിലുള്ള ഒരു യൂത്ത് കോൺഗ്രസിന്റെ ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റാണ്. ആ ചൊവ്വന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ ഏതാണ്ട് 1 മണിക്കൂർ നേരമുള്ള അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിലെ കാതലായ ഭാഗം ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശുചിത്വത്തിന്റെ കേസുകൾ എണ്ണി വിവരിക്കാനാണ് മുഖ്യമന്ത്രി മുൻകൈ എടുത്തത്, അല്ലെങ്കിൽ ഒരുമ്പെട്ടത്. ആ ഭാഷ പറയാം, ഒരുമ്പെട്ടത്. അങ്ങനെ മുഖ്യമന്ത്രിക്ക് ഒരുമ്പെടാനുണ്ടായ സാഹചര്യം എന്താണ്? ആ ശുചിത്തിനെ പോലും മുഖ്യമന്ത്രി ഈ ഗവൺമെന്റ് കാലയളവിൽ ഭയക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇന്ന് ശുചിത്തിനോടുള്ള ഭയമാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ പൂർണ്ണമായും കണ്ടത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? 11 കേസുകളുണ്ട് ശുചിത്തിന് എന്നാണ് പറഞ്ഞത്. ആ കേസുകളൊന്നും പിണറായി വിജയൻ പ്രതിയായ വാടിക്കൽ രാമകൃഷ്ണൻ കൊലപാതക കേസ് പോലെയുള്ള കേസുകളുടെ പ്രതിസ്ഥാനത്തുള്ള കേസുകളല്ല. SFIയുടെ രക്തസാക്ഷി എന്ന സൈതാലിയെ കൊന്ന പ്രതിപട്ടികയിലുണ്ടായിരുന്ന 13-ാം പ്രതി M ശങ്കരനാരായണൻ പ്രതിപട്ടികയിലുണ്ടായിരുന്ന കേസ് പോലെയുള്ള കേസുകളല്ല. പിന്നെ ആ കേസുകൾ എന്തൊക്കെയാണ്? ലൈഫ് മിഷൻ ഫ്ളാറ്റ് ഇടപാടുമായി ബന്ധപ്പെട്ട് അഴിമതി നടത്തിയ AC മൊയ്തീന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചാണ്. കരുവന്നൂർ കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ AC മൊയ്തീൻ നടത്തിയ അഴിമതികളുമായി ബന്ധപ്പെട്ട മാർച്ചാണ്. കുട്ടികളെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസുകാരനെ പ്രതിയാക്കാതെ വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു മാർച്ചാണ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി കുന്നംകുളം വഴിയിലൂടെ കടന്നു പോകുമ്പോൾ യൂത്ത് കോൺഗ്രസുകാരെ കരുതൽ തടങ്കലിരിക്കുന്ന കേസാണ്. അങ്ങനെയുള്ള കേസുകളാണ് മുഴുവൻ. പിന്നെ വേറൊരു കേസ് കൂടി പറഞ്ഞു. ആ കേസ് എന്താണ്? ശുചിത്തിന്റെ സഹോദരനെ ഒരു തർക്കവുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ വീട് കയറി വെട്ടിയ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കൗണ്ടർ കേസ് പോലീസ് എടുത്തു. ആ കേസിൽ ശുചിത്തിനെ പ്രതിയാക്കി. ആ കേസ് ഇന്ന് ചിത്രത്തിലേ ഇല്ല എന്നാണ് യാഥാർത്ഥ്യം. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, ഒരു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ, ഞാൻ അതാണ് പറഞ്ഞത്, 30-32 വർഷങ്ങൾക്ക് മുമ്പുള്ള എന്റെ ഓർമ്മയാണ് ഞാൻ പങ്കുവച്ചത്. അപ്പൊ എന്റെ പ്രായം വേണമെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ആ ഒരു ഘട്ടത്തിലേക്ക് ഒരു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ പോലും ഭയപ്പെടുന്നതും തന്റെ പ്രസംഗത്തിൽ പൂർണ്ണമായും കള്ളക്കേസുകൾ എടുത്തെടുത്ത് എണ്ണെണ്ണിയായി പറയുന്നതൊക്കെ കാണുമ്പോൾ ഈ മുഖ്യമന്ത്രിയെ കുറിച്ച് സഹതാപം എന്നല്ലാതെ ഒരു മിനിറ്റ് പോലും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കാൻ ഒരു യോഗ്യനായ ആളല്ല മുഖ്യമന്ത്രി എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഈ മുഖ്യമന്ത്രിയുടെ കേസുകളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റിലിരിക്കുന്ന ചില മന്ത്രിമാരുടെ പേരിലിട്ട കേസുകൾ എന്തൊക്കെയായിരുന്നു? മുൻ മന്ത്രിയായിരുന്ന ആന്റണി രാജു ഉൾപ്പെടെ ഇന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന അദ്ദേഹത്തിന്റെ മരുമകൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരിലിട്ട കേസുകൾ എന്തൊക്കെയായിരുന്നു? നമ്മളൊന്ന് പരിശോധിക്കണ്ടേ? ആ കേസുകളൊക്കെ എണ്ണി പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് തലയിൽ മുണ്ടിട്ട് നടക്കാൻ കഴിയൂ. അതുപോലെ തന്നെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ECIR കേസുകൾ, അതൊക്കെ ഇവർ പറയുന്നത് എന്താണ്? കോടതി അന്വേഷണം നടക്കട്ടെ, പ്രതിസ്ഥാനത്തല്ലേ, ശിക്ഷിച്ചിട്ടില്ലോ എന്നാണല്ലോ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ എല്ലാം വെറുതെ വിട്ട കേസുകൾ 11 കേസുകൾ പറഞ്ഞ് ഒരു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ കണ്ടാൽ മുട്ടുവിറയ്ക്കുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറി എന്നതാണ് ഇന്നത്തെ അടിയന്തര പ്രമേയത്തിന്റെ ആകത്തുക. ശരി, അനിൽ.